ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പൊരുൾ തേടിയുള്ള മനുഷ്യന്റെ യാത്ര ചെന്നെത്തുന്നത് ഒരു രാത്രിയിലാണ്. ഒറ്റ നൽകലിന്റെ നിഴലുകൾക്കിടയിലും ലോകത്തിന് മുഴുവൻ പകുത്തു നൽകിയ മഹാസ്നേഹത്തിന്റെ രാത്രി. ഇന്ന് പെസഹ വ്യാഴം. വിനയത്തിന്റെ പാഠങ്ങൾ കാലത്തിന്റെ നെഞ്ചിൽ കുറിച്ചുവെച്ച പുണ്യരാത്രി. ഭൂമിയിലെ ആ അവസാന അത്താഴമേശയ്ക്ക് ചുറ്റും അവർ ഒത്തുകൂടിയപ്പോൾ അവിടെ വിളമ്പിയത് വെറുമൊരു ആഹാരമായിരുന്നില്ല. മുറിച്ചു നൽകപ്പെട്ട അപ്പവും പകുത്തു നൽകപ്പെട്ട വീനും വരാനിരിക്കുന്ന വലിയൊരു ആത്മസമർപ്പണത്തിന്റെ അടയാളമായിരുന്നു. താൻ സ്നേഹിച്ചവർക്കായി സ്വയം ബലിയാകാൻ തയ്യാറെടുത്ത ഒരു ഗുരുവിന്റെ വലിയ പാഠം അവിടെ തുടങ്ങുകയായിരുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം ലോകത്തില്ല എന്ന ആ വലിയ സത്യം അന്ന് ആ അത്താഴമേശയിൽ നിന്ന് ഗത്സമനിയിലെ ഒലിവ് മരങ്ങൾക്കിടയിലേക്ക് പടർന്നു. തന്റെ കൂടെയുള്ളവരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ പുതിയൊരു ഭാഷ ഗുരു ലോകത്തെ പഠിപ്പിച്ചു. അധികാരത്തിന്റെ സിംഹാസനങ്ങളെക്കാൾ സേവനത്തിന്റെ പാദസേവയാണ് വലുതെന്ന് ആ വിരലുകൾ ചരിത്രത്തോട് വിളിച്ചു പറഞ്ഞു. അന്ത്യത്താഴത്തിന്റെ ഈ സ്മരണ പുതുക്കി ക്രൈസ്തവ ഭവനങ്ങൾ ഇന്ന് പ്രാർത്ഥനാ നിർഭരമാണ്. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പാചകം ചെയ്ത പെസഹ അപ്പവും തേങ്ങാപ്പാലും മുറിച്ച് പങ്കുവെക്കുമ്പോൾ അത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് ക്രിസ്തു പകർന്നു നൽകിയ ആ മഹാസ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. ദേവാലയങ്ങളിൽ നടക്കുന്ന പാദക്ഷാളന കർമ്മം വിനയത്തിന്റെയും സേവനത്തിന്റെയും വലിയ പാഠങ്ങൾ വിശ്വാസികളെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വിയർപ്പ് തുള്ളികൾ രക്തമായി മാറുമ്പോഴും തന്നെ ക്രൂശിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും ആ ഹൃദയം പ്രാർത്ഥനയോടെ തുടിച്ചു. സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരാളുടെ മുന്നിൽ ചെറുതാകണമെന്നും സ്നേഹത്തിന്റെ പരകോടി സ്വന്തം ജീവൻ പകുത്തു നൽകുന്നതാണെന്നും പെസഹ ഓർമ്മിപ്പിക്കുന്നു. സ്വാർത്ഥതയുടെയും വിഭാഗീയതയുടെയും ഇരുൾ പടരുന്ന ഈ കാലഘട്ടത്തിൽ ജാതിമത ഭേദമന്യേ മനുഷ്യനെ സ്നേഹിക്കാനും സേവിക്കാനും പഠിപ്പിച്ച ആ പെസഹ പാഠങ്ങൾ കരുണയുടെ പുതിയൊരു പുലരിക്കായി നമ്മെ വഴി നടത്തുന്നു. വിഭജനങ്ങളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത ഒരു ലോകത്തിനായി സ്വയം മുറിച്ചു നൽകപ്പെട്ട ആ മഹാസ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കാം. ഏവർക്കും മെട്രോ 7 ന്യൂസിന്റെ പെസഹ ദിനാശംസകൾ.